ഇനി തൃശ്ശൂരിലേക്ക് UDF സുനാമിയിലും ഒലിച്ചു പോകാതെ ഇടതുമുന്നണി പിടിച്ചു നിന്ന ജില്ലയാണ് തൃശ്ശൂർ. 13-ൽ 9 LDF വിജയിച്ചു. തൃശ്ശൂർ മണ്ഡലം UDF തിരിച്ചുപിടിച്ചു. മണലൂരിൽ 128 വോട്ടിന് TN പ്രതാപൻ തോൽക്കുകയായിരുന്നു. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, അപ്പോൾ സമ്പൂർണ്ണ പരാജയത്തിനിടയിലും അല്പമൊന്ന് ആശ്വസിക്കാൻ ഇടതുപക്ഷത്തിനുള്ളത് ഒരു തൃശ്ശൂരും ഒരു പാലക്കാടും മാത്രമാണല്ലേ? അതോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഒന്ന് വിജയിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് തൃശ്ശൂരിൽ മറ്റൊന്നും ചെയ്യാൻ BJPക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സാധിക്കുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാധിക്കുന്നില്ല. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളും LDFനെ കൈവിട്ടപ്പോൾ തൃശ്ശൂർ ജില്ല മാത്രമാണ് 9 സീറ്റുകൾ നൽകിക്കൊണ്ട് LDFന്റെ മുഖം രക്ഷിച്ചത്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി 13-ൽ 12 എന്നതിൽ നിന്ന് മാറി 9-ലേക്ക് കുറഞ്ഞെങ്കിൽ പോലും 9-ൽ പിടിച്ചു നിർത്താൻ LDFനായി എന്നതാണ് ഏറെ ആശ്വാസം. അതേസമയം 1-ൽ നിന്ന് 4-ലേക്ക് ഉയർത്താൻ UDFനുമായി മന്ത്രി ബിന്ദു ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പരാജയപ്പെടുന്ന സ്ഥിതിയുണ്ടായി. മന്ത്രി K രാജൻ ഒല്ലൂരിൽ നിന്ന് 8000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. അതേസമയം മണലൂരിൽ കടുത്ത മത്സരത്തിൽ TN പ്രതാപൻ 126 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. വിജയിച്ചത് മുൻ മന്ത്രി C രവീന്ദ്രനാഥാണ്. അതുപോലെ തന്നെ പ്രധാനമായും ഗുരുവായൂർ 1998 വോട്ടുകൾക്കാണ് LDF വിജയിക്കുന്നത്. അവസാന ഘട്ടം വരെ കടുത്ത മത്സരം കാഴ്ചവെച്ചു UDF എന്നതാണ് എടുത്തു പറയേണ്ട സംഗതി. അതേസമയം തന്നെ നാട്ടികയുമായി ബന്ധപ്പെട്ട് നാട്ടികയിൽ CC മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ LDFനുണ്ടായിരുന്നു. പക്ഷേ അത്രയൊന്നും പ്രതിസന്ധി LDFനുണ്ടാക്കിയില്ല. വിജയിച്ചു കയറാൻ LDFന് കഴിഞ്ഞു എന്നത് നാട്ടികയിലും ഒരു ആശ്വാസമായി. CPIയുടെ 5 സീറ്റുകളിൽ 3 സീറ്റിലും വിജയിച്ചു കയറാൻ CPIക്കായി. അതേസമയം വിജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും LDF വിജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം വിജയിച്ച UDF സ്ഥാനാർത്ഥികളും മോശമല്ലാത്ത വോട്ടിൽ വിജയിക്കാനായി എന്നത് UDFനും ആശ്വാസമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചേലക്കര മണ്ഡലമാണ്. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥിയായ UR പ്രദീപ് വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു എന്നത് എടുത്തു പറയേണ്ട സംഗതിയാണ്. ഏതായാലും 9-4 എന്ന നിലയിൽ LDFന് മുഖം രക്ഷിക്കാനും UDFന് നില മെച്ചപ്പെടുത്താനും കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ ജില്ലയിലെ ആകത്തുക. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വിജയിച്ച എല്ലാ UDF സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമാണ്. അവർ പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ്. ഏറെക്കുറെ എല്ലാം തന്നെ ഒരു 10,000, 20,000, 30,000, 50,000, 70,000, 85,000 വരെയൊക്കെ പോയിട്ടുണ്ട് UDFന്റെ ഭൂരിപക്ഷം. പക്ഷേ LDFന്റെ 35 സീറ്റാണ് അവർക്ക് ആകെ ലഭിച്ചത്. അതിൽ തന്നെ വിജയിച്ചു വന്ന പലതും കഷ്ടിയാണ്. 1000-ൽ താഴെ ഭൂരിപക്ഷമുണ്ട്, 1000-നും 2000-നും ഇടയിൽ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഇതെല്ലാം വെളിവാക്കുന്നത് വലിയൊരു ഭരണവിരുദ്ധ വികാരം തന്നെ ആഞ്ഞടിച്ചു. അതുതന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്.